ഇന്നൊരു കടുമാങ്ങയുടെ വീഡിയോ ആണ് കേട്ടോ. ഈ സമയത്ത് എല്ലാവരും തന്നെ കടുമാങ്ങ ഇടുന്നുണ്ടാവും. ഈ ഒരു സീസണിലാണ് നമ്മൾ കടുമാങ്ങ ഇടാറ്. ഒരു വർഷത്തേക്ക് വേണ്ടുന്ന കടുമാങ്ങ നമ്മൾ ഭരണിയിലാക്കി സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് മാങ്ങയെല്ലാം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാങ്ങ നിലത്ത് വീഴാതെ വേണം പറിച്ചെടുക്കാൻ. ഒരിക്കലും കടുമാങ്ങയുടെ മാങ്ങ നിലത്ത് വീഴരുത് കേട്ടോ പറിക്കുമ്പോൾ. അതിന് ശേഷം ഞാനിത് ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നുള്ളത്. കല്ലുപ്പ് ഓരോ ലെവലിലും നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. ആദ്യം കല്ലുപ്പിട്ടതിന് ശേഷം കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക, അതിന് മീതെ കല്ലുപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനായും തന്നെ ഞാൻ കഴുകിയിട്ടല്ല കേട്ടോ മാങ്ങയിട്ടില്ല, നന്നായി തുടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നിലത്ത് വീഴാതെയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ കഴുകി ഉണക്കിയെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് എടുക്കുമ്പം ഒരിക്കലും ഇതിൻ്റെ ഞെട്ട് കളയരുത് കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് നല്ല ഞെട്ട് അതുപോലെ വേണം. പിന്നെ ബക്കറ്റിലേക്ക് പിടിച്ച് വേണം ഞെട്ട് പൊട്ടിക്കാൻ, കാരണം അതിൻ്റെ വെള്ളം ഇതിൽ വീഴണം. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേപോലെ മാങ്ങ ഒരു ദിവസം അരിപ്പയിലിട്ട് വെക്കണം. ഇത് കണ്ട നന്നായി ഒട്ടിയിട്ടുണ്ടാവും. നമ്മൾ മാങ്ങ ഉപ്പിലിട്ടതിന് ശേഷം 4-ാം ദിവസം മുതൽ ഇത് കുലുക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഇതുപോലെ ഒട്ടി കിട്ടാറ് കേട്ടോ. ഇപ്പോൾ മാങ്ങയ്ക്ക് നമ്മൾ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പും വെള്ളം നമ്മൾ തിളപ്പിച്ച് വെക്കണം. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടോട്ടൽ 6 കിലോ മാങ്ങയാണ് എനിക്ക് കിട്ടിയത്. അതിൽ പകുതി എടുത്താണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നുള്ളത്. 6 കിലോ മാങ്ങയ്ക്ക് വേണ്ടുന്ന അളവാണ് ഇവിടെ പറയുന്നുള്ളത്. ഈ ഉപ്പും വെള്ളം തിളപ്പിച്ച് തണുക്കാനായി മാറ്റി വെക്കാം. ഈ ഉപ്പും വെള്ളം കൂടാതെ നമുക്ക് വേറൊരു പാത്രത്തിലും വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും തണുക്കാനായി മാറ്റി വെക്കാം. ഉപ്പും വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിരിക്കും, അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ബാക്കി ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കടുകാണ്. 600 ഗ്രാം കടുക് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. ഇത് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഉലുവയാണ്. 100 ഗ്രാം ഉലുവ, നല്ല പാക്കറ്റ് ഉലുവ ആയതുകൊണ്ട് ഞാനിത് കഴുകി എടുത്തിട്ടില്ല. ഇനി ഉലുവ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. വറക്കുമ്പം ഇതിൻ്റെ കളർ മാറി ചുമപ്പ് കളർ വരും. അത് പൊട്ടിത്തുടങ്ങി ഒരു ചുമപ്പ് കളറാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരിക്കലും കരിയരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഉലുവ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എള്ളെണ്ണയാണ്. അപ്പോൾ എള്ളെണ്ണ നമുക്കൊരു 1/2 കപ്പോളം വേണം. കാരണം ഇത് അവസാനം നമുക്ക് ഈ എള്ളെണ്ണ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പ് എള്ളെണ്ണ എടുക്കുന്നുള്ളത്. ഇതിലേക്ക് കായം നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ LGയുടെ കട്ടക്കായാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 20 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അത് മുഴുവനും തന്നെ ഇതിലിട്ട് അത് നന്നായി വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായി തന്നെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അതും ഇതേപോലെ തണുത്ത് നമ്മൾ നന്നായി തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ വെച്ച് ഇങ്ങനെ ഇടിച്ച് പൊടിച്ചെടുക്കാം. ഇത് കായം വറുത്തെടുക്കുമ്പം അത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി അത് പൊരിഞ്ഞ് വരണം. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളിത് മാറ്റി തണുക്കാനായി മാറ്റി വെക്കേണ്ടത്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കടുക് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ മതി കേട്ടോ. അധികം സ്മൂത്തായിട്ടൊന്നും പൊടിയണ്ട. ഇനി ഇതിന് വേണ്ടി 1 കിലോ മുളക് പൊടിയാണ് നമുക്ക് ആവശ്യം. കാശ്മീരി മുളകും സാദാ മുളകും ഒരുപോലെ എടുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. കഴുകി ഉണക്കിയതിന് ശേഷം വേണം നമ്മളിതുപോലെ പൊടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പകുതിയാക്കി എടുക്കാം. കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ മാങ്ങ ഇത് മിക്സ് ചെയ്യുന്നുള്ളത്. നമുക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ മുഴുവനായും തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ പാത്രത്തിൽ പകുതി മാങ്ങ മാത്രമേ കൊള്ളുള്ളൂ. അതുകൊണ്ട് എല്ലാം പകുതിയാക്കിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഇതേപോലെ തന്നെ കടുകും പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കിലോ മാങ്ങയാണ് ആദ്യം ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയും നേർപകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കായം പൊടി ചേർത്ത് കൊടുക്കാം. അതും പകുതി ചേർത്ത് ഇത് നന്നായി തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാം. മുഴുവനായും മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ഇനി കുറേശ്ശെയായി നമ്മുടെ ഉപ്പും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു പകുതി വരെ ഉപ്പും വെള്ളത്തിൽ നമ്മൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പും മതിയോ എന്ന് നോക്കിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, കാരണം എന്നാൽ മാത്രമേ നമ്മുടെ മാങ്ങയ്ക്ക് ഈ എരിവും ഉപ്പും ഒക്കെ പിടിച്ച് കിട്ടുമ്പോൾ കറക്റ്റ് ആവുള്ളൂ ഉപ്പ്. അപ്പോൾ കുറച്ച് മുമ്പിൽ തന്നെ നിൽക്കണം. ഈ സമയത്ത് അതൊന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പും വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഇതുണ്ടല്ലോ
കൂട്ട് കുറച്ച് ലൂസായി തന്നെ വേണം കേട്ടോ. ഇത്രയും ലൂസായിട്ട് വേണം, കാരണം എന്നാൽ മാത്രമാണ് ഈ മാങ്ങയൊക്കെ പിടിച്ച് കിട്ടുമ്പം കടുമാങ്ങയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ അത് കട്ടിയായി ഉണ്ടാവും കടുമാങ്ങ. നമ്മൾക്ക് ഇതൊരു 4 മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുക്കാറ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായി ഇത് മാങ്ങയിലേക്ക് പിടിച്ച് കിട്ടും. അപ്പം ഈ കുറച്ച് നമുക്ക് ഗ്രേവി വേണമല്ലോ എന്തായാലും എടുക്കുമ്പം. അതുകൊണ്ട് ഇത്രയും ലൂസായി തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ ഭരണമൊക്കെ കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണം. അന്ന് രാവിലെയും നമ്മളിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. തീരെ വെള്ളമയവും പാടില്ല, പക്ഷേ നല്ല ഡ്രൈ ആയിട്ടിട്ടാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ കടുമാങ്ങ ഒരു 2 വർഷം വരെയൊക്കെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിലും കൂടുതൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഞാൻ അവസാനം പറഞ്ഞു തരാം അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മളിതുപോലെ കടുമാങ്ങ ഇടുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ഭരണികളിൽ ഇടരുത്. ഇതുപോലെയുള്ള ഭരണിയിൽ ഇടണം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് മാങ്ങ മിക്സ് ചെയ്ത് ഭരണിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ 6 കിലോ മാങ്ങയാണ് ഞാനിപ്പോൾ ഇന്ന് ആക്കിയിട്ടുള്ളത്, കടുമാങ്ങ ആക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ ഈ കടുമാങ്ങ ഇടുമ്പോൾ അതേ രീതിക്ക് തന്നെ ചെയ്താൽ മാത്രമേ നമ്മളിത് ഒരു ഫംഗസ് ഒന്നും പിടിക്കാതെ നമ്മൾക്ക് 1 വർഷമോ 2 വർഷമോ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും വൃത്തിയിൽ വേണം നമ്മളിത് ഇട്ട് വെക്കാൻ. അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കോട്ടൺ പീസ് എടുക്കണം. നല്ല കോട്ടൺ പീസ് തന്നെയാവണം. അത് നമ്മൾ ഈ നല്ലെണ്ണയിൽ ഒന്ന് മുക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ വേണം. അതിൽ നിന്ന് നല്ലെണ്ണ നന്നായി തന്നെ കുതിരണം, അതിൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ മേലെ ഇതേപോലെ വിരിച്ചു കൊടുക്കണം. ഇത് യാതൊരുവിധ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ താഴ്ത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ഭരണിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മളിത് എയർ ടൈറ്റ് ആവാൻ വേണ്ടി ഇതുപോലെ കാൻഡിൽ കത്തിച്ച് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒറ്റിച്ച് കൊടുക്കണം. അത് ഗ്യാപ്പ് മുഴുവനും ഫില്ല് ചെയ്യുന്ന പോലെ വേണം നമ്മൾ ഇത് ഒറ്റിച്ച് കൊടുക്കാൻ വേണ്ടി. തീരെ കാറ്റ് കിടക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടാണ് ഇതേപോലെ ചെയ്യുന്നുള്ളത്. എൻ്റെ 2 അമ്മമാരും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒരു തുണി വെച്ച് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി വെച്ച് നമുക്കിത് ടൈറ്റായി കെട്ടാം. തീരെ എയർ കടക്കാതിരിക്കാനാണ്. 5 മാസത്തിന് ശേഷം ഇത് തുറന്ന് നമുക്ക് വേറൊരു ഗ്ലാസ് ജാറിലേക്ക് എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് വീണ്ടും ഇതേപോലെ തന്നെ കെട്ടി വെക്കാം. ഇങ്ങനെയാൽ 2 വർഷം വരെ നമുക്കിത് കേടാകാതിരിക്കും കേട്ടോ.